കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണത്തിൽ കള്ളന്മാർ എത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അയൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കണ്ണൻ നായർ ചെയ്തിട്ടുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് ബന്ധുക്കളുടെ. ഇപ്പോൾ വളരെ കൂളായി പ്രതികൾ എത്തുന്നതിൻ്റെ ദൃശ്യം CCTV സഹായകമായി ഈ അന്വേഷണത്തിലേക്ക്, പ്രതികളെ പിടികൂടുന്നതിലേക്ക്. പ്രതികളുടെ പശ്ചാത്തലം, മറ്റ് വിശദാംശങ്ങൾ. പ്രജീഷ്, ഇത് ഈ മോഷണം നടന്ന ദിവസത്തെ, മോഷണത്തിനായി പ്രതികൾ എത്തുന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചത് ഈ ദൃശ്യങ്ങൾ കാരണമാണ്. കാരണം ഈ രണ്ട് പ്രതികൾ, ഇത് അരുണും ഇന്ത്യാസും, അവർ രണ്ടുപേരും തന്നെ ഇവിടേക്ക് എത്തുന്നു. ആ വീട്ടിലേക്ക് ലാഘവത്തോടു കൂടി എത്തി അവിടെ നിന്ന് ഈ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതായത് വീട് റെയിൽവേ ക്രോസിനോട് ചേർന്നാണ് സുരേഷ് ഗോപിയുടെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്ത് കൂടി റെയിൽവേ ക്രോസ് മറികടക്കാതെ ഒരേ പാതയിൽ കൂടി വന്ന് പോകുന്ന ദൃശ്യങ്ങളാണ്. ആ വീടിന് സമീപത്ത് അയൽ വീട്ടിലൊരു CCTV ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ആ മോഷ്ടാക്കൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അവർ പകർന്നത്, അവരുടെ ദൃശ്യങ്ങൾ ആ ക്യാമറയിൽ പതിഞ്ഞത്. അങ്ങനെ ആ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി പ്രതികളെ പിടികൂടിക്കുകയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് പഴയ പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇരുമ്പ് കമ്പി അടക്കമുള്ള സാധനങ്ങളാണ് മോഷണം പോയത്. ഇത് ഒന്നാമത്തെ തവണയല്ല, നേരത്തെയും സമാനമായ രീതിയിലുള്ള മോഷണം പ്രതികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അരുൺ നേരത്തെയും ഇത്തരത്തിലുള്ള മോഷണ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ്. ബാക്കി രണ്ടാമത്തെ പ്രതിയുടെ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ പ്രതികളെ കൂടുതൽ ഇരവിപുരം പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളെ പിടികൂടാൻ സാധിച്ച നിർണായകമായ ദൃശ്യങ്ങളാണ് ഇത്. 13 സെക്കൻഡ് മാത്രമുള്ള ദൃശ്യങ്ങളാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടെ മുഖം കൃത്യമായി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കണ്ണൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ കൂടി വരുന്നു, അതുകൂടി കേൾക്കാം. ഇന്നലെ വൈകിട്ട് സംഭവം നമ്മുടെ അവിടെ ആൾ വന്നപ്പോൾ ഇവർ ഈ പറഞ്ഞ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാം എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഗേറ്റ് വന്ന് തുറന്നപ്പോഴത്തേക്ക് ഈ സാധനമെല്ലാം ഇരിക്കുന്നുണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആൾ കയറിയിട്ടുണ്ട്. അങ്ങനെ കയറി ഗേറ്റും എല്ലാം അടച്ച് ഇവർ നോക്കാൻ നേരത്ത് ഇവർ കണ്ട് അപ്പം തന്നെ മതിലടി, ഇവരുടെ സൈഡിൽ തന്നെ മതിലടി ഇറങ്ങി ഓടുമായിരുന്നു. ഈ കാവൽപ്പുര 20 സൈഡിലോട്ട് ഇറങ്ങി ഓടുന്ന ഇതായിരുന്നു ഉണ്ടായൊരു സംഭവം. കയ്യിലെല്ലാം ഉണ്ടായിരുന്നു അതോ? ഇല്ല, അപ്പം കയ്യിലൊന്നും ഇല്ലായിരുന്നു. അവരെല്ലാം എടുത്ത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, കൊണ്ടുവന്ന രീതിയിൽ ഇരുന്നേ. ആ ഒരു ഇതിലായിരുന്നു. നിങ്ങളെങ്ങനെ നോട്ട് ചെയ്തത്? നമ്മുടെ കൂട്ടാൻ്റെ വീട്ടിൽ CCTV വെച്ചാൽ അപ്പം അങ്ങനെ നമ്മൾ പോലീസ് ഇറങ്ങി വന്നായിരുന്നു. അപ്പം നമ്മളത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവന്മാർ ഇറങ്ങി ഓടുന്നത് കറക്റ്റ് അതിനകത്തുണ്ട്. പക്ഷെ ഇവന്മാർ CCTV കണ്ടില്ലായിരുന്നു. അവിടെ നമ്മൾ സൈഡിൽ അതായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇവന്മാർ ഓടുന്നത് അതിനകത്തുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ ഒരാൾ തന്നെ പോലീസുകാർക്ക് നേരത്തെ ഇതിലുള്ളതായിരുന്നു. വേറെ കേസിലുണ്ടായതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ പറ്റും. കണ്ണൻ, അപ്പോൾ ആസൂത്രിതമായി തന്നെ ചെയ്ത കൃത്യമാണ്. വീട്ടിൽ ആളില്ല, ബന്ധുക്കളൊക്കെ വല്ലപ്പോഴുമേ നോക്കാനായി എത്തുകയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഈ മോഷണം നടത്തിയത്. തീർച്ചയായും പ്രതീക്ഷ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയത്. ഇത് ഒന്നാം തവണയല്ല. കാര്യം അവിടെ വീട്ടിൽ ആൾക്കാരുണ്ടാകില്ല. സുരേഷ് ഗോപിയുടെ സഹോദരൻ ആണ് അവിടെ താമസിക്കുന്നത്. സഹോദരൻ്റെ മകൻ കഴിഞ്ഞ ദിവസം അവിടേക്ക് എത്തിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലാണ് പഴയ സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ ഷെഡിൻ്റെ ഒരു ഗ്രില്ല് തുറന്നു കിടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവിടെ നിന്ന് പഴയ പാത്രങ്ങളും മറ്റ് ഇരുമ്പ് കമ്പികളുമൊക്കെ തന്നെ, അതായത് ആഫ്രിക്കൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യങ്ങളാണ്. അവയൊക്കെ തന്നെ മോഷണം പോയതായി മനസ്സിലാക്കുന്നത്. അവർ കുറേയേറെ ദിവസങ്ങളായി ഇവിടെ വന്നും ഓരോ പാത്രങ്ങളും എടുത്തുകൊണ്ട് പോയി വിൽക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കുറേയേറെ ദിവസങ്ങളിലെ മോഷണത്തിൻ്റെ കുറ്റങ്ങൾ കൂടി ഇവർക്ക് മേൽ ചുമത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസും. അരുണൻ നേരത്തെയും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ഒരാളാണ്. മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. രണ്ടാമത്തെ പ്രതിയുടെ മോഷണ പശ്ചാത്തലമടക്കം കുടുംബ പശ്ചാത്തലമടക്കം പരിശോധിക്കുകയാണ്. എന്തുതന്നെയായാലും പെട്ടെന്ന് തന്നെ പോലീസിന് ഈ ദൃശ്യങ്ങൾ സഹായത്തോടുകൂടിയാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് മോഷ്ടാക്കൾ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് കണ്ടത്.